ചില കഥകൾ കേൾക്കാൻ നമ്മൾ ഒട്ടും തന്നെ ആഗ്രഹിക്കില്ല. പക്ഷെ ആ കഥ നിങ്ങളോട് പറയാതിരുന്നാൽ ഞാനും ആ കുറ്റകൃത്യത്തിൽ പങ്കാളിയാകുന്നതിന് തുല്യമാകും. 2018 കാശ്മീരിൽ നടന്ന ബലാത്സംഗ കൊലപാതക കേസ്. കത്വ ബലാത്സംഗ കേസ് അല്ലെങ്കിൽ ജസ്റ്റിസ് ഫോർ അസിഫ എന്ന് പറഞ്ഞാൽ നമ്മളിൽ പലർക്കും അത് പെട്ടെന്ന് ഓർമ്മയിലെത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 2018 കാശ്മീരിലെ റസാന എന്ന ഗ്രാമത്തിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട സാമുദായിക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ അവിടെ നിന്നും ഓടിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള ചില ആൾക്കാരിൽ വിരിഞ്ഞ ഒരു കുബുദ്ധിയായിരുന്നു ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതും അതുപോലെ തന്നെ ഈ പെൺകുട്ടി അനുഭവിച്ച ക്രൂരമായിട്ടുള്ള പീഡനവും. ആ പെൺകുട്ടി തൻ്റെ കുതിരയ്ക്ക് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി പുഴയിലേക്ക് പോയതാണ്. പിന്നെ ആ പെൺകുട്ടി തിരിച്ചു വന്നില്ല. അവിടെ ഉള്ളവരെല്ലാവരും അന്വേഷിച്ചു. അതുമാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ കേസും കൊടുത്തു. അങ്ങനെ നീണ്ട 8ാമത്തെ ദിവസമാണ് ഈ പെൺകുട്ടിയുടെ ബോഡി കിട്ടുന്നത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ പെൺകുട്ടി അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന് വിധേയമായെന്ന് മനസ്സിലായി. അതുമാത്രമല്ല, ഈ പെൺകുട്ടി കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ മരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി കല്ലുകൾ കൊണ്ട് ഈ പെൺകുട്ടിയുടെ തലയിൽ ആഞ്ഞടിക്കുകയും ചെയ്തു. കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതിന് തൊട്ട് മുൻപ് പോലും ഈ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു. 8 പേരാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. അതും ക്ഷേത്രത്തിനുള്ളിൽ വച്ചാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് കേട്ടോ. അതായത് ഈ ഗ്രാമത്തിലെ തലവനും അമ്പലത്തിലെ പൂജാരിയുമായിരുന്നു 1ാം പ്രതി. ബാക്കി 3 പ്രതികളെന്ന് പറഞ്ഞാൽ 3 പോലീസുകാരായിരുന്നു. അങ്ങനെ 8 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നീണ്ട 4 മാസങ്ങൾക്ക് ശേഷമാണ് ഈ കേസ് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായത്. പക്ഷേ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഈ കേസ് തേച്ച് മായ്ച്ച് കളയാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെ ചർച്ചയാവുകയും ആൾക്കാർ ജസ്റ്റിസ് ഫോർ അസിഫ എന്ന് പറഞ്ഞ് പ്രതികരിക്കാൻ തുടങ്ങിയതും ചെയ്തതോടുകൂടി 2019 കോടതി ഇവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചേട്ടോ. ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി 8 ദിവസം പീഡിപ്പിക്കുകയും അതും 8 പേര് ചേർന്ന് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും അതിനുശേഷം ക്രൂരമായി കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. നമുക്കത് മനസ്സിൽ സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. ആ പെൺകുട്ടി അനുഭവിച്ച വേദന. ആ കുഞ്ഞ് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ദുഷ്ടന്മാർ ആ പെൺകുട്ടിയുടെ ജീവനും നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ആസിഫമാർ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ പറ്റുകയുള്ളൂ. കാരണം ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനേക്കാളും അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ്. ഇന്നലെ നമ്മൾ വാർത്തയിൽ കണ്ടതാണ്, ഒരു വിധവയായ യുവതിയെ ബലാത്സംഗം ചെയ്യുകയും അതിനുശേഷം മരത്തിൽ കെട്ടിയിട്ട് തലമുടിയൊക്കെ മുറിക്കുകയും ചെയ്ത വാർത്ത. അങ്ങനെ നിരന്തരമായിട്ടുള്ള ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. ഇതിലെല്ലാം നമുക്ക് അപമാനിച്ച് തല കുനിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ നമ്മുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് വേണ്ടി നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കണം. അത് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ആ പിഞ്ചു കുഞ്ഞിൻ്റെ അവസ്ഥ ഓർത്ത് ഇപ്പോഴും ഓരോ നിമിഷവും നമ്മുടെ മനസ്സിൽ ആ കുട്ടി അനുഭവിച്ച വേദന നമുക്ക് ഒരിക്കലും തന്നെ സങ്കല്പിക്കാൻ സാധിക്കില്ല.